നിങ്ങളെപ്പോലെയുള്ള ചെറുപ്പക്കാർ വളരെ ആവേശം നൽകുന്ന രീതിയിൽ മുൻനിരയിൽ നിൽക്കുന്നു. KSU അടക്കം വളരെ ശക്തമായി വരുന്നു. യൂത്ത് കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന ഒരു കാലമാണ്. ആ ഘട്ടത്തിലൊക്കെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു നേതൃത്വത്തിൻ്റെ തലപ്പത്തുണ്ട് എന്ന് തോന്നുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് KPCC പ്രസിഡന്റ് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട്. അല്ല, കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശമാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിൽ KPCC പ്രസിഡന്റുമാർ മാറി മാറി വരുന്നു. പക്ഷേ ആ ഐഡിയോളജി അവിടെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ സജീവമായ ഒരു ഇടപെടലുകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരുപിടി കാര്യങ്ങളുണ്ട്. അദ്ദേഹം ഇപ്പോഴും സജീവമായി നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹം മത്സര രംഗത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം പാർട്ടി നേതൃത്വം ഓരോ കാലഘട്ടങ്ങളിൽ KPCC പ്രസിഡന്റുമാരെയും അല്ലെങ്കിൽ നേതൃത്വത്തെയും ഒക്കെ അതിൻ്റേതായ തലത്തിൽ വെക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടേതായ മുൻകാല പ്രവർത്തനങ്ങളും കഴിവുകളും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് കെ സുധാകരനെ ആ ഒരു രീതിയിൽ എവിടെയാണ് ചലഞ്ച് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു സംശയമുള്ളത്, ഇപ്പം ഇടയ്ക്കിടെ നടത്തുന്ന പ്രസ്താവനകളൊക്കെ നിങ്ങളെ ശരിക്കും വെട്ടിലാക്കുന്നു. നിങ്ങൾക്ക് പോലും വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയോഗങ്ങൾ അതൊക്കെ ഉണ്ടാവുന്നു. അദ്ദേഹം തന്നെ പല കാര്യങ്ങളിലും വിശദീകരിച്ച് അദ്ദേഹം കടന്നു പോയിട്ടുണ്ട്. അതിനെ ആ ഒരു തലത്തിൽ തന്നെ ഈ നമ്മൾ ലൈവിൽ തന്നെ പറഞ്ഞു, മുതിർന്ന നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആത്മവീര്യം കെടുത്താത്ത രീതിയിൽ വേണം പ്രതികരിക്കാൻ എന്നതാണ്. ഓരോ സമയത്തും ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ വിവാദത്തിൽപ്പെടുമ്പോൾ അതിൻ്റെ കൃത്യമായ ഒരു എക്സ്പ്ലനേഷൻ വരുന്നത് വരെ അത് വിവാദത്തിൽപ്പെടാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയൊരു കാലഘട്ടങ്ങളിലേക്കെങ്കിലും അതിൻ്റേതായ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ്. ജാഗ്രതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളതാണ്. രണ്ട്, ഈ ധാരാളം ആളുകൾ ഇന്നലെ പത്മിനി തോമസ് വന്നു, തമ്പാനൂർ സതീഷ് വന്നു, സുരേഷ് വരുന്നു. അപ്പോൾ വരുന്നവരൊക്കെ അപ്രധാനപ്പെട്ട ആൾക്കാരാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും കോൺഗ്രസിൽ നിന്നൊരു വലിയ ഒഴുക്കുണ്ടാകും. അജയ് കപൂറിനെ പോലെ ഈ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നവരെ പിടിച്ചു നിർത്താൻ നേതൃത്വം നൽകിയ ആൾ തന്നെ BJPയിലേക്ക് പോകുന്നു. ശരിക്കും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? നിങ്ങളെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിൽ നേതാക്കന്മാരെ സമീപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്? എന്നെ ആരും സമീപിച്ചിട്ടൊന്നുമില്ല. അതോടെ നിൽക്കട്ടെ. ഞാൻ ആ വിഷയത്തെ കാണുന്നത് ഈ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു മൂല്യച്യുതി നമ്മൾ ശരിയാവണ്ണം എടുക്കേണ്ട വിഷയമാണ്. അധികാരമുള്ളിടത്തേക്ക് ആളുകൾ പോകുന്നു. ഇത് കർണാടകയിൽ കോൺഗ്രസിലേക്കാണ് ആളുകൾ വരുന്നത്, തെലങ്കാനയിൽ കോൺഗ്രസിലേക്കാണ് ആളുകൾ വരുന്നത്. അതിന് കാരണം എന്താ? അധികാരമുണ്ട് എന്ന് പറഞ്ഞതുപോലെ മധ്യപ്രദേശിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് കണ്ടുകൊണ്ട് എത്ര ആളുകൾ BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്നു? ആയിരക്കണക്കിന് ആളുകൾ BJPയിൽ നിന്നും കോൺഗ്രസിൽ വന്നു. പക്ഷേ കോൺഗ്രസ് അവിടെ ഒന്നില്ല. ഇപ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യ അല്ലെങ്കിൽ കോൺഗ്രസിൽ തന്നെയുള്ള ചെറുപ്പക്കാരുടെ നില, ഇനിയിപ്പോൾ സച്ചിൻ പൈലറ്റ് ഇടക്കാലത്ത് അങ്ങനെ പറഞ്ഞു കിട്ടും, പിന്നീട് മാറി. അപ്പോൾ ഡി കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾക്കുള്ള പ്രലോഭനം അവിടെയുണ്ട്. അതായത് നിങ്ങളെപ്പോലെയുള്ള നേതാക്കളെയാണ് BJP നോട്ടമിടുന്നത്. ഇപ്പോൾ അനിൽ ആന്റണി പോകുന്നു, നിങ്ങളുടെ സഹപ്രവർത്തകരായിരുന്നു. രാഷ്ട്രീയം മനസ്സിലില്ലാത്ത ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, സംശയമില്ല. ഈ അനിൽ ആന്റണി ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ വഞ്ചിക്കുകയല്ലേ ചെയ്തു? അനിൽ ആന്റണി പാർട്ടിയിൽ എവിടെ ഉണ്ടായിരുന്നു? IT സെല്ലിന്റെ ചാർജ് ആയിരുന്നു. അതൊക്കെ വല്ല ചാർജാണോ? ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അറിയാത്ത ആളാണോ ഡോക്ടർ അരുൺ? മകനാണ്. അത് ഞാൻ സമ്മതിക്കുന്നു. ആ കാര്യത്തിൽ ആന്റണി സാറിനുള്ള ഒരു വിഷമം ഞങ്ങളൊക്കെ നേരിട്ട് മനസ്സിലാക്കിയതാണ്. കാരണം അതൊന്നും ഒരു 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 അതിനെന്താ പറയുക, മകനെന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അയാൾക്ക് വേണമെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് പോകാമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു കോൺട്രിബ്യൂഷനും ഇല്ല. ഇനി അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കാലം തെളിയിക്കട്ടെ. പക്ഷേ സഭയുമായിട്ട് അദ്ദേഹത്തിന് ഒരു വലിയ ലേസലുണ്ട് എന്നാണ് പത്തനംതിട്ട. എന്ത് സഭ? അതൊന്നും യാഥാർത്ഥ്യമല്ല. തീർച്ചയായിട്ടും അതൊക്കെ ചുമ്മാ BJPയുടെ ഈ ഒരു ഞാനതിനെ വിശേഷിപ്പിക്കുന്ന ഇത്രത്തോളം മ്ലേച്ഛമായ ഒരു പൊളിറ്റിക്സ്. എന്താണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്? ഇതാണോ ഒരു 10 വർഷക്കാലം രാജ്യം ഭരിച്ച ഒരു പാർട്ടി, അല്ലെങ്കിൽ ദേശീയ തലത്തിൽ തന്നെ ഇത്രയും പ്രാമുഖ്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു മാന്യതയും മര്യാദ അനുസരിച്ചാണ് BJP വരുന്നത്? അത് ശരിയല്ലത്. അപ്പം അതിന് ഭയങ്കരമായ തിരിച്ചടി കിട്ടുന്നുണ്ട് അവർക്ക് തന്നെ. ഇത്രയും വലിയ സൃഷ്ടി സ്ഥിതി സംഹാരം ഞങ്ങൾ തീരുമാനിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ. ഇപ്പം നമ്മുടെ ഇപ്പം ഇന്നലെ പെട്രോളിനും ഡീസലിനും വില കുറച്ചിട്ടുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ സമ്മതിക്കണം, ഇത്രത്തോളം ഭയപ്പെട്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നു BJP. എന്തുകൊണ്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കുന്നത്? എന്താ അവർക്ക് ഇത് പ്രഖ്യാപിക്കാൻ പേടി? അപ്പോൾ ഒരു കാര്യം, ഇന്നലെയാണല്ലോ പെട്രോളിനും ഡീസലിനും വില കുറച്ചത്. 10-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചായിരുന്നെങ്കിൽ ഏതായാലും കുറയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അധികാരത്തിൽ BJP വരാൻ പോകുന്നില്ല എന്ന് ഏറ്റവും നല്ല രീതിയിൽ അറിയാവുന്നത് BJPക്കാർക്ക് തന്നെയാണ്, ദേശീയ നേതൃത്വത്തിന് തന്നെയാണ്. അപ്പം
ഹിമാചൽ പ്രദേശിൽ പോലും അവർ രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് 6 MLA വരെ പിടിച്ചുകൊണ്ട് വന്നു. 4 സീറ്റുള്ള ഹിമാചൽ പ്രദേശിൽ 2 സീറ്റിലധികം കോൺഗ്രസ് ജയിക്കും എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. എന്തിനാണ് ബീഹാറിൽ ഇവർ ഈ പറയുന്ന പ്രവർത്തനം നടത്തുന്നത്? എന്തിനാണ് മഹാരാഷ്ട്രയിൽ ഈ പറയുന്ന പ്രശ്നം നടത്തുന്നത്? തെക്കേ ഇന്ത്യയിൽ പ്രചരണം തുടങ്ങുന്നത് ഇപ്പോൾ പോലും നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടുകളിൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് മുന്നണി മുന്നിൽ വരുമെന്നാണ്. അതുകൊണ്ടാണ് മഹാരാഷ്ട്രയിൽ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആളുകൾക്കറിയാം. ഇതൊക്കെയാണെങ്കിലും എന്നിട്ടും രാജസ്ഥാനിൽ എന്ത് അവരുടെ സിറ്റിംഗ് എംപിനെ പിടിച്ചു നിർത്താൻ അവർക്ക് പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഹരിയാനയിൽ അവർക്ക് അവരുടെ ആളുകളെ പിടിച്ചു നിർത്താൻ പറ്റാത്തത്? അപ്പം ഇതൊന്നും ബിജെപി ഇപ്പോൾ പ്രതിരോധത്തിലാണ് 100%. അതുകൊണ്ടാണല്ലോ ഈ തരത്തിൽ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യാതെ മുന്നോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റ കാര്യം കൂടെ ചോദിച്ചാൽ അവസാനിപ്പിക്കാം. നരേന്ദ്രമോദി ഡീനെ വിളിക്കുന്നു ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ വലിയ സ്വാധീനമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ പാർട്ടിയുടെ വളർച്ചയ്ക്ക് പുതിയ മുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് ഡീനെ വിളിച്ച് പ്രധാനമന്ത്രി ഒരു ഭക്ഷണം തരാൻ തീരുമാനിക്കും, ഒരു ഈവനിങ് ടീ, ഒരു ലഞ്ച് വിടാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിക്കുമ്പോൾ ഡീൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. എന്ത് അപ്രതീക്ഷിതമായിട്ടാണല്ലോ പ്രേമേന്ദ്രനെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനൊന്നും യാതൊരു തെറ്റില്ല. ഭക്ഷണം കഴിക്കാൻ പോകും, കുഴപ്പമൊന്നും. എത്രയോ പ്രാവശ്യം ഭക്ഷണം കഴിക്കാനൊക്കെ എത്രയോ നേതാക്കന്മാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ പ്രേമേന്ദ്രൻ്റെ വിവാദമൊക്കെ ഉണ്ടാക്കിയതൊക്കെ എന്തിനാണെന്നുള്ളത് അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു മൂല്യച്യുതി എന്ന് മാത്രമേ അതിനെ പറയാൻ പറ്റത്തുള്ളൂ. പിണറായി വിജയന് പോയി കെട്ടിപ്പിടിക്കാം, കുമ്പിട്ട് നിൽക്കാം, ഏത് തരത്തിൽ വേണമെങ്കിലും വിധേയപ്പെടാം. അത് നമ്മൾ കാണുന്നുണ്ട്. കെ പ്രേമേന്ദ്രനെ താങ്കളെ ഒരു സായാഹ്ന ചായക്ക് വിളിച്ചാൽ അത് പോയി കുടിക്കും, കുടിച്ചിട്ട് ഇടുക്കിയിലെ മണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് തിരിച്ചു. തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും സംസാരിക്കില്ല. നത്തിങ്. അതിനപ്പുറത്ത് എന്താ പറയേണ്ടത്? ഇഡി വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇടി വന്ന് കയറിയിട്ട് പോട്ടെ, അത്രേ ഉള്ളൂ. ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിന്റെ പേരാണ് 100% സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വിശ്വസിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ തന്നെ ആയിരിക്കുമ്പോൾ പിന്നെ ആരെ പേടിക്കാനാണ്? ഓക്കെ, താങ്ക് യു ഡീൻ. രാവിലെ എന്തായാലും നമ്മളോടൊപ്പം ചേർന്നു. ചെറിയൊരു തണുപ്പേ ഉള്ളൂ, പഴയ തണുപ്പൊക്കെ പോയി ഇടിക്കട്ടെ അല്ലേ? ഭയങ്കര ചൂടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥ ഭയങ്കരമായി വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇപ്പോൾ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെ എല്ലാ മേഖലയിലുണ്ട്. ഇത്രയും മേഖലകളിൽ ഓടി എത്തണ്ടേ? തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ നേരെ പോകുന്നത് മറയൂരിലേക്കാണ്. മണിക്കൂറുകൾ സഞ്ചരിച്ച് അത് ഇടുക്കി മണ്ഡലമാണ് ഏറ്റവും കൂടുതൽ. വയനാട്, ഇടുക്കി എന്നീ മണ്ഡലങ്ങളാണ് ഏറ്റവും കൂടുതൽ ദൂരത്തിൽ കിടക്കുന്ന മണ്ഡലങ്ങൾ. കവർ ചെയ്യാൻ വലിയ പാടാ. ഏറ്റവും വിസ്തൃതമായ മണ്ഡലം. നല്ല റെസ്പോൺസ് അല്ലേ കിട്ടുന്നത് തീർച്ചയായിട്ടും വോട്ടർമാരുടെ അടുത്ത് നിന്ന്? കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ചിരി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് മറ്റൊരു ചായ കുടിക്കാം എപ്പോൾ റിസൾട്ട് വന്ന് കഴിഞ്ഞതിന് ശേഷം. താങ്ക് യു ഡീൻ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സയൻസുകാരനായ ഒരു PhD കാരൻ വീണ്ടും ലോക്സഭയിലേക്ക് എത്തുന്നു എന്നറിയുന്നതിൽ അങ്ങനെ ഒരു സ്വകാര്യമായ സന്തോഷം കൂടിയുണ്ട്. താങ്ക് യു ഡീൻ.